നമ്മൾ ദൈവവചനം കേൾക്കുമ്പം അത് വായിച്ചു എന്ന് വിചാരിച്ചോ, വരച്ചു എന്ന് വിചാരിച്ചോ, പഠിച്ചു എന്ന് വിചാരിച്ചോ, വീട്ടിൽ 3-4 ബൈബിൾ ഉണ്ട് എന്ന് വിചാരിച്ചോ, നമുക്ക് വചനം ഒരു അനുഗ്രഹമാകണമെന്ന് നിർബന്ധമില്ല. ദൈവവചനത്തിലൂടെ ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോഴാണ് ഇന്ന് ഞാൻ യേശുവിനെ കുറിച്ച് പലരോടും പറയുന്നത്. നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്കൊരു കാറ് കിട്ടി, വീട് കിട്ടി, ജോലി കിട്ടി, അത് നടന്നു, ഇത് ശരിയായതൊക്കെ പറയുന്നവരാണ് നമ്മൾ എത്ര പേർ മറ്റുള്ളവരോട് യേശുവിനെ പറ്റി പറയുന്നവരാണ്? ദൈവവചനത്തിലൂടെ ഞാൻ യേശുവിനെ അറിയുന്നതെങ്കിൽ, അനുഭവിക്കുന്നതെങ്കിൽ, സ്വീകരിക്കുന്നതെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളുടെ മേലും അനുഗ്രഹം ഉണ്ടാകും. ഞാൻ അറിഞ്ഞ യേശുവിനെ പറ്റി എനിക്ക് വേറൊരാളോട് പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെയൊരു തലമുറയാണ് ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കേണ്ടത്. ആകാശത്തിന് താഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. എന്താണ് ആ നൽകപ്പെട്ട നാമം? അത് യേശുവിന്റെ നാമമാണ്. ആ യേശുവിന്റെ നാമം നാം പറയണ്ടേ? ആ യേശുവിന്റെ നാമം നാം പറയുമ്പോൾ ആ പറയുന്ന കാര്യം, ആ വ്യക്തി അതിൽ തന്നെ, ആ സമയം മുതൽ തന്നെ യേശുവിലാകുന്നു, ദൈവത്തിലാകുന്നു. ആകാശത്തിന് താഴെ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അത്ര ശക്തമായൊരു നാമമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ നാമം പറയുമ്പോൾ തന്നെ നമ്മൾ ആ യേശുവിലാകുന്നു. പിന്നെ ഒരു ശക്തിക്കും നമ്മുടെ മേൽ അധികാരമില്ല, സ്വാധീനമില്ല. നമ്മളെ തകർക്കാനോ നശിപ്പിക്കാനോ ഇല്ലായ്മ ചെയ്യാനോ ഉറ്റുനോക്കുന്ന എത്ര വലിയ ശക്തി വന്നാലും ഈ നാമത്തേക്കാൾ വലിയ ശക്തി അല്ലാത്തത് കൊണ്ട് ആ ഉദ്യമം പരാജയപ്പെട്ടു പോകും. നിങ്ങളെ സഹായിക്കാൻ ഒരു ദൈവകരം ഉയർന്നിട്ടുണ്ട്. നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് നേരെ ഒരു ദൈവകരം ഉയർന്നിട്ടുണ്ട്. നിങ്ങളെ സൂക്ഷിക്കാൻ, നിങ്ങളെ തകർക്കാൻ 1,00,000 പേര് പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിലും സർവശക്തനായ ദൈവം മറ്റൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. അതിന്റെ നടുവിലും നിങ്ങളെ എങ്ങനെ കരുതണമെന്ന്, നിങ്ങളെ എങ്ങനെ കൊണ്ടുപോകണമെന്ന്, മുമ്പിൽ ചെങ്കടലായിക്കൊള്ളട്ടെ, ആഴം പോലും തിട്ടപ്പെടുത്താൻ കഴിവില്ലാത്ത ആഴമുള്ള ചെങ്കടലും ഉയർന്ന തിരമാലകളും കാറ്റുമുള്ള ഒരു കടലായിക്കൊള്ളട്ടെ, അതിനെ നിഷ്പ്രയാസം വകഞ്ഞു മാറ്റാൻ കഴിവുള്ള ഒരു കരവും ഈ ഭൂമിയിലില്ല. പക്ഷേ സ്വർഗത്തിൽ എനിക്കായി അങ്ങനെ ഒരു കരം ഉയർത്തിയിട്ടുണ്ട്.